ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കഴിഞ്ഞ പാർട്ടുകളൊക്കെ കാണാത്തവരാണെങ്കിൽ അത് കണ്ടതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. എന്നാലാണ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കഥയൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. സോ ഇപ്പൊ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. കട്ട് ചെയ്താല് ഹീറോയും വീട്ടിലെത്തി. അവൾ ഇപ്പോഴും കാണുന്നില്ല എന്ന് പറഞ്ഞ് എവിടെ പോയെന്ന് ടെസ്റ്റ് അയക്കാൻ വന്നവൻ അത് ഇറേസ് ചെയ്തിട്ട് ഞാൻ ഇതുവരെ ഡിന്നർ കഴിച്ചില്ലെന്ന് മാത്രം അയക്കുവാണ്. ഇത് കാണുന്ന ഹീറോയിനും റിപ്ലൈ ഒന്നും ചെയ്യുന്നില്ല. അവൾ ഇപ്പോഴും ഫീൽ ചെയ്ത് കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. നെക്സ്റ്റ് ഡേ ഓഫീസിൽ പിന്നെയും നമ്മുടെ യൂഫയ്ക്ക് നല്ല ഡോസ് കിട്ടുന്നുണ്ട് ഹീറോയുടെ അടുത്ത് നിന്ന്. അപ്പൊ കറക്റ്റ് ആയി ജുൻ വന്ന് എന്താണ് നിനക്ക് പറ്റിയത്? ഈ കാലത്ത് തന്നെ നീ എന്തിനാ ഇങ്ങനെ അലറിക്കൊണ്ടിരിക്കുന്നത്? എന്തിനാ എത്ര ബഹളം എന്ന് ചോദിച്ചാല് നോക്കടാ, ഇവന്മാർക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട്, എന്നാലും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ് അവനും ടെൻഷൻ ആകാനായിട്ട് തുടങ്ങി. നീ ഇങ്ങനെ ഒച്ചയെടുത്ത് മെന്റലായി ചാകത്തേ ഉള്ളൂ എന്ന് പറഞ്ഞ് ജുൻ അവന് ചീത്ത പറഞ്ഞതുമാണ് ഇപ്പോ ഹീറോ കുറച്ചെങ്കിലും കാമായിട്ടുള്ളത്. ശരി, എന്നാ നീ യു എവിടെയാണെന്ന് ജസ്റ്റ് കോൾ ചെയ്ത് ചോദിക്കാൻ പറഞ്ഞതും എന്ത് പറ്റി, അവൾ ഇവിടെ തന്നെയല്ലേ ഉള്ളത്? ഇല്ല, ഇന്നലെ ഞാൻ അവളെ കുറച്ച് വഴക്ക് പറഞ്ഞു. മെസ്സേജിനും കോളിനും റെസ്പോണ്ടേ ചെയ്യുന്നില്ല. സോ എന്താണ് എവിടെയാണെന്ന് നീ ഒന്ന് വിളിച്ചു ചോദിക്കാനായിട്ട് ചോദിക്കുവാണ്. എന്ത്, നീ അവളെ വഴക്ക് പറഞ്ഞെന്നോ? എന്താണെന്ന് നിനക്ക് ജസ്റ്റ് ഒന്ന് ആലോചിക്കായിരുന്നില്ലേ? പാവം, അവൾ എവിടെയായിരിക്കും എന്ന് പറഞ്ഞ് ചിന്തിച്ചിട്ട് കോള് ചെയ്ത് നോക്കിയാല് സ്വിച്ച് ഓഫ് ആയിരിക്കും. സന്തോഷായല്ലോ, നിനക്കിപ്പോ നല്ല പോലെ സന്തോഷായല്ലോ. നിനക്ക് എന്താടാ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് അവൻ നേരെ ചെങ്ഷിയെ കോള് ചെയ്ത് യു കുറച്ച് ദേഷ്യത്തിലായിരിക്കും, എന്താണെങ്കിലും നീ അവളോട് ചെന്നൊന്ന് സംസാരിക്കേ, തെറ്റ് ഞങ്ങളുടെ ഭാഗത്താണ്, സോറി എന്നൊക്കെ പറഞ്ഞതും ഇറ്റ്സ് ഓക്കെ, ഞാൻ അവളെ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഹീറോയിനുള്ള പ്ലേസ് ഇവൾക്ക് അറിയാമെന്നാ തോന്നുന്നത്. നേരെ അവിടേക്ക് വരുന്നുണ്ട്. നോക്കൂ യുയു, ഈ പ്രൊഫഷനില് ഇതൊക്കെ സാധാരണമാണ്. അവിടെ നീ എങ്ങനെ വർക്ക് ചെയ്യുന്നോ അതനുസരിച്ചാണ് അവർ നിന്നെ ഹയർ ചെയ്യുന്നതും ഫയർ ചെയ്യുന്നതും. സോ നീ നിന്റെ ഫുൾ എഫേർട്ട് അവിടെ കൊടുക്കാനായിട്ട് നോക്കണമെന്ന് പറഞ്ഞ് സമാധാനത്തോടെ സംസാരിക്കുന്നുണ്ട്. കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ നമ്മുടെ ജുൻ ഇപ്പോഴും അവനെ വെച്ച് പൊരിക്കുവാണ്. എല്ലാത്തിനും കാരണം നീയാടാ, നീ മാത്രം. നിനക്ക് തീരെ മണ്ടയ്ക്കുള്ളിൽ ഒന്നുമില്ല. നിനക്ക് മനസാക്ഷി എന്നൊരു വികാരം പോലും ഇല്ലടാ. വാടാ, ഇപ്പോ തന്നെ നീ അവളോട് സോറി പറഞ്ഞേ പറ്റൂ. നീ വരണമെന്ന് പറഞ്ഞ് അവന്റെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ട് വരുമ്പോ കറക്റ്റ് ആയിട്ട് ഹീറോയിനും അവിടേക്ക് വരുന്നുണ്ട്. ഇവിടെ കണ്ടതും ജുൻ ഓടി വന്ന് യുയു എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ല ബോസ്, ക്യുൻഹെ ബോസ് പറഞ്ഞതാണ് കറക്റ്റ്. അസ് എ ലോയറായി ഞാൻ ഇത്ര ഇമോഷണൽ ആയിരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇനി മുതല് ഞാനത് സീരിയസ് ആക്കി എടുത്ത് ഫ്യൂച്ചറിൽ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുമെന്ന് പറയാണ്. ഗുഡ്, നീ വളരെ നല്ല കുട്ടിയാണ്, എനിക്കറിയാം. നോക്ക്, കണ്ടോ ക്യുൻഹെ, എത്ര നല്ല സ്റ്റാഫിനെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്ന്. ഇനിയെങ്കിലും കണ്ടു നോക്കി നിന്റെ വാ വെച്ച് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടേ നിന്റെ ചേച്ചി എവിടെയാ മോളെ എന്ന് ചോദിക്കും. ചേച്ചി നായക്കുട്ടിയെ തിരികെ എടുക്കാനായിട്ട് വീട്ടിലേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞതും ഇവനോടി. ഇപ്പോ ഹീറോയും മടിച്ച് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ബോസ്, എല്ലാ തെറ്റും എന്റെ ഭാഗത്താണുള്ളത്. ഞാനാണ് ഓവറായിട്ട് ഇമോഷണൽ ആയത്. സോ തെറ്റ് ഞാൻ ചെയ്തത് കൊണ്ട് എന്ത് പണിഷ്മെന്റ് ആയാലും ഞാൻ അത് വാങ്ങിക്കോളാം. പിന്നെ ബോസ്, നിങ്ങളെ കൊണ്ട് പറ്റിയാല് ഈ കേസിൽ എനിക്കൊരു ചാൻസ് ഇതായെന്ന് അവള് ചോദിക്കും. നിനക്ക് വേണമെങ്കിൽ നീ ജോയിൻ ചെയ്തു എന്ന് ഹീറോയും പറയുന്നുണ്ട്. അവൾ അതിന് താങ്ക്സ് പറഞ്ഞതും അപ്പോ ഈവനിങ് ഒരു മീറ്റിംഗ് ഉണ്ട്, അതിന് റെഡി ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവനും പോകുവാണ്. കട്ട് ചെയ്താല് മീറ്റിംഗിലാണ് കാണിക്കുന്നത്. DNA ടെസ്റ്റ് എടുത്താൽ മാത്രമാണല്ലോ മിമിയുടെ അച്ഛന്റെ കുട്ടിയാണ് അതെന്ന് മനസ്സിലാകൂ. പക്ഷെ DNA ടെസ്റ്റ് എടുക്കാൻ പറ്റാത്ത രീതിയിൽ അവരുടെ റിയൽ വൈഫ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുകയാണെന്ന് ബൂ പറയും. നമുക്ക് എന്തുകൊണ്ടും മിമിയുടെ DNA ടെസ്റ്റ് ചെയ്തുകൂടാ? അതിലൂടെ അറിയാൻ ചാൻസ് ഉണ്ടല്ലോ എന്ന് ഹീറോയിൻ ചോദിക്കുവാണ്. ഇല്ല, അവരുടെ മകളുടെ DNA വെച്ച് അവരുടെ അച്ഛന്റെ കുട്ടിയാണ് അതെന്ന് തെളിയിക്കാനായിട്ട് പറ്റില്ലെന്ന് ബൂ പറയും. അപ്പോ ഹീറോയിൻ വേറൊരു ഐഡിയ കൊടുക്കുന്നുണ്ട്. ഇത് അവരുടെ കുട്ടിയാണെന്ന് പ്രൂഫ് ചെയ്യാനായിട്ട് DNA ടെസ്റ്റ് ഇല്ലെങ്കിൽ എന്താ, ആ ലേഡി ചെക്കപ്പിന് റെഗുലർ ആയിട്ട് പോകുന്ന ഹോസ്പിറ്റൽ ഉണ്ടാകില്ലേ, അതില് പാരന്റ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാകില്ലേ. നിറയെ ടൈം മിമിയുടെ അച്ഛനെയും അവർ കൂട്ടിക്കൊണ്ടു പോയി കാണണം. സോ ആ ഹോസ്പിറ്റൽ റിപ്പോർട്ട്സ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാല് നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ നിറയെ കിട്ടാൻ ചാൻസസ് ഉണ്ട്. കൂടെ ആ പെണ്ണ് അധികം പോകുന്ന പ്ലേസിലൊക്കെ ചെന്ന് നോക്കിയാലും നമുക്ക് ഇനിയും നിറയെ എവിഡൻസ് കിട്ടുമെന്ന് ഹീറോയിൻ പറയാണ്. ഇങ്ങനെ അവൾ ഒരു ഐഡിയ കൊടുത്തതും ഹീറോ ഇതൊക്കെ കേട്ട് ഷോക്കായി അവളെ തന്നെ നോക്കിയിരിക്കുന്നുണ്ട്. ഇത് കാണുന്ന ഹീറോയിനും ബോസേ സോറി, എനിക്ക് തോന്നിയത് അതേപോലെ പറഞ്ഞതാണ്, തെറ്റാണെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി അഡ്വൈസ് തരണമെന്ന് അവള് പറയാണ്. യുയോ, എനിക്ക് തോന്നുന്നു നിന്റെ ഐഡിയ സൂപ്പർ ആയിട്ടുണ്ടെന്നാ. നീ ഒരു ക്ലെവർ ഐഡിയ ആണ് തന്നിരിക്കുന്നത്, ഇത് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ ഈ ഐഡിയക്ക് സമ്മതിക്കുന്നുണ്ട്. ഇത് കണ്ട് ബൂവും ബോസെ നിങ്ങളിപ്പോ അവളെ അപ്രീഷിയേറ്റ് ചെയ്തതാണോ എന്ന് ചോദിച്ചാല് പെട്ടെന്ന് അവർ റിയലൈസ് ചെയ്തവൻ അപ്രീഷിയേറ്റ് ചെയ്തെന്നോ? ഞാനോ? കേസ് നല്ലപോലെ നടന്നു തീരാൻ വേണ്ടിയല്ലേ. ശരി, ബാക്കി നിറയെ വർക്കുകളുണ്ട്, ഇത് ഓവർ ടൈം ചെയ്ത് തീർത്തേക്കെന്ന് പറഞ്ഞിട്ട് അവൻ എഴുന്നേറ്റ് പോകും. കട്ട് ചെയ്താൽ ഇവിടെ ഹീറോയിൻ വർക്ക് ചെയ്യുന്നത് കണ്ണുവെട്ട ആദ്യം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഹീറോയിനും വർക്ക് കഴിഞ്ഞ് പോകാനായിട്ട് എഴുന്നേറ്റതും അവൻ ഇറങ്ങി ഓടി വന്ന് യുയു, ഇന്ന് നീ തിരികെ വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിക്കുവാണ്. സോറി ബോസ്, എനിക്കിനി ആ വീട്ടിലേക്ക് വരാൻ പറ്റില്ല. ഈ കേസിൽ നന്നായിട്ട് ഫോക്കസ് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. സോ ഇനി മുതൽ നിങ്ങൾക്ക് വേണ്ടി എന്നെ കൊണ്ട് കുക്ക് ചെയ്ത് തരാൻ പറ്റില്ലെന്ന് അവള് പറയാണ്.
ഇറ്റ്സ് ഓക്കെ, നീ വരുന്നില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ലെന്ന് ഹീറോയും പറയും. ശരി ബോസ്, ഞാൻ കേസിന്റെ ഡീറ്റെയിൽസ് അയച്ചിട്ടുണ്ട്, എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണം, ഇപ്പോ ഞാൻ പോകുവാണെന്ന് പറഞ്ഞിട്ട് അവളും പോകും. ഇവൻ ഇതിൽ കഷ്ടമാകുന്നുണ്ട്, എന്നാലും എന്താ ചെയ്യാന്ന് പറഞ്ഞ് ഇപ്പോ വീട്ടിലേക്ക് വന്ന ഹീറോ അവൾ അയച്ചു കൊടുത്ത കേസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അവന് സമാധാനം ഉണ്ടാകുന്നില്ല. ഉടനെ തന്നെ ഹീറോയിന് മെസ്സേജ് അയക്കുന്നുണ്ട്, നിനക്ക് വേണ്ട കേസിന്റെ ഡീറ്റെയിൽസ് ഫയൽ വീട്ടിലുണ്ട്, വന്നെടുത്തോളൂ എന്ന് പറയുവാണ്. നെക്സ്റ്റ് നമ്മുടെ ഹീറോയിന്റെ കയ്യിലും ഒരു കീ ഉണ്ടല്ലോ, സോ അത് വെച്ച് അവൾ തുറന്ന് കയറി വന്ന് നോക്കിയാല് ഹീറോയെ കാണുന്നില്ല. അതിന് പകരം ഒരു നോട്ട് എഴുതി വെച്ചിട്ടുണ്ട്, നിന്റെ കയ്യിൽ ക്യാഷ് ഇല്ലെങ്കിൽ അങ്ങനെയുള്ള പ്ലേസിൽ നിൽക്കേണ്ട ആവശ്യമില്ല, ഞാൻ എന്റെ വില്ലയിലേക്ക് തിരിച്ചു പോകുവാണ്, ഇനി മുതൽ നിനക്ക് ഇവിടെ താമസിക്കാം, നീ നിന്റെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിന് ഇവിടേക്ക് തിരികെ വരാൻ വേണ്ടി അവൻ മനഃപൂർവ്വം പോയതാണ്. നോക്കിയാല് ഹീറോ പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അവൾ അവിടെ ലൈറ്റ് ഓഫ് ആക്കി കഴിഞ്ഞതുമാണ് ഇവൻ ഇവിടെ നിന്ന് പോകുന്നത്. കട്ട് ചെയ്താല് ഇവിടെ ചെങ്ഷിയാണ് കാണിക്കുന്നത്. അവള് നൈറ്റ് വീട്ടിലേക്ക് വരുമ്പോ ഡോങ്മിൻ ഓൾറെഡി തന്നെ കുടിച്ച് ബോധമില്ലാതെ ഇവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാകും. ഞാൻ തെറ്റ് ചെയ്തു ചെങ്ഷി, ഞാൻ നിന്നെ മാത്രമാണ് ലവ് ചെയ്യുന്നത്, നീ എന്നെ മനസ്സിലാക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര സെന്റഡിയാണ്. നല്ല പോലെ പറടാ, നീ നല്ല പോലെ പറ, ഞാൻ ഇതൊക്കെ റെക്കോർഡ് ചെയ്ത് നിന്റെ കറന്റ് വൈഫിന് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞതും ചെങ്ഷിയും ജുന്നും നടന്നു പോയപ്പോ ഒന്നിച്ചെടുത്ത ഫോട്ടോസ് ഇല്ലേ, അതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ജുന്നൊന്നും നല്ലവനല്ല, നിന്നെ ചുമ്മാ ഫണ്ണ് ചെയ്യാൻ വേണ്ടിയാണ് അവൻ ചുറ്റി നടക്കുന്നത്, അല്ലാതെ അവന് നിന്റെ മേലെ സത്യമായ ഫീലിങ്സ് ഒന്നുമില്ല, ദയവ് ചെയ്ത് നീ അത് മനസ്സിലാക്ക്, നീ ഹേർട്ട് ആകാൻ പാടില്ലെന്ന് കരുതിയാണ് ഞാൻ പറയുന്നത്, പ്ലീസ് ചെങ്സി എന്ന് പറഞ്ഞിട്ട് അവന്റെ സൈഡ് അവൻ ന്യായീകരിക്കാനായിട്ട് നോക്കുവാണ്. ആ ഫോട്ടോ കണ്ടതും ഇവൾക്ക് ഭയങ്കര ദേഷ്യമാകുന്നുണ്ട്. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അവന്റെ മുഖത്തേക്ക് എറിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടെ എന്ന് പറഞ്ഞ് അവനെ ആട്ടി ഓടിക്കുവാണ്. ആക്ച്വലി നമ്മുടെ ചെങ്ഷിക്കും ഇവരുടെ കോളേജ് ടൈമില് ജുന്നിനോട് ചെറിയൊരു ഫീലിങ്സും തിരിച്ചുണ്ടായിരുന്നു. അതൊന്നും അവള് തുറന്ന് പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ് തോന്നുന്നത്. സോ ഇപ്പോ ഈ ഫോട്ടോസ് ഒക്കെ കണ്ടതും അവൾ ആകെ ഫീലായി അത് തന്നെ നോക്കുന്നുണ്ട്. കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ ബോവും ഹീറോയിനും കൂടി മരിച്ചു പോയ മിമിയുടെ അച്ഛന്റെ അച്ഛൻ അവരിപ്പോഴും ഉണ്ട്, അവരെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അവരെ കണ്ടതിന് ശേഷം ഇതേപോലെ സെക്കൻഡ് വൈഫ് ഉണ്ട്, അവര് പ്രഗ്നന്റ് ആണ് എന്നൊക്കെ പറഞ്ഞാല് ആണാണോ പെണ്ണാണോ എന്നാണ് അവർ ആദ്യം ചോദിക്കുന്നത്. ആണാണെന്ന് പറഞ്ഞതും ഇനി അത് പെണ്ണായിരുന്നെങ്കിൽ ഞാൻ ഇതിനൊന്നും സമ്മതിക്കില്ലായിരുന്നു, മിമിയുണ്ട്, അത് തന്നെ ധാരാളം. ഇല്ല സാർ, ജനറൽ ചെക്കപ്പ് ഒക്കെ ചെയ്തു കഴിഞ്ഞു, പിറക്കാൻ പോകുന്നത് പയ്യൻ തന്നെയാണെന്ന് പറഞ്ഞതും പയ്യനാണെങ്കിൽ ഓക്കെ എന്ന് പറഞ്ഞ് ഇവര് നടത്താൻ പോകുന്ന കേസിനാണെന്ന് തോന്നുന്നു. അതില് സൈൻ ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിറക്കാൻ പോകുന്നത് ആൺകുട്ടിയാണെന്ന ഒരേ ഒരു കാരണം കൊണ്ട് ഇവരെങ്ങനെയൊക്കെ സൈൻ ചെയ്യുവാണല്ലോ എന്ന് പറഞ്ഞ് ഹീറോയിനും കുറച്ച് അപ്സെറ്റ് ആകുന്നുണ്ട്. അങ്ങനെ സൈൻ ഒക്കെ വാങ്ങി ഹീറോയിൻ പുറത്തേക്ക് വരുമ്പോ ഒരു നേഴ്സ് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്ത് ലോകമാണോ ഈശ്വര ഇത്, നിങ്ങളും ഒരു ലോയർ അല്ലേ, ക്യാഷിന് വേണ്ടി മുത്തശ്ശനാണെന്ന് പോലും നോക്കാതെ നന്നായിട്ട് പറ്റിക്കുകയാണല്ലോ എന്ന് പറഞ്ഞിട്ട് പോയതും ഇവൾക്കൊരു മാതിരി ആകുന്നുണ്ട്. അപ്പൊ ബൂ വന്ന് ഇപ്പോ ഒരു വലിയ കേസ് നമുക്ക് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാല് വേണ്ട, നമുക്ക് ഇപ്പോ തന്നെ ഓഫീസിലേക്ക് പോകാമെന്ന് അവൾ പറയാണ്. എന്ത് പറ്റി നിനക്ക്, നീ എന്താ അപ്സെറ്റ് ആയിട്ടിരിക്കുന്നേ, അതിന് നമുക്ക് പോകാൻ ടൈം ആയില്ലല്ലോ എന്ന് അവൻ പറഞ്ഞതും ഞാൻ ഈ ഫീസ് ചാരിറ്റിക്ക് കൊടുക്കാൻ പോകുവാണെന്ന് അവൾ പറയാണ്. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോ അപ്പോഴാണ് കറക്റ്റ് ആയിട്ട് മിമിയുടെ അച്ഛന്റെ ഗേൾ ഫ്രണ്ട് വരുന്നത്. എന്തായി, അവരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചോ, എല്ലാം നല്ല പോലെ പോയാ മതി, വേണമെങ്കിൽ വേഗം തന്നെ കുട്ടിയെ പ്രസവിക്കാം എന്നാ വിചാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞതും അങ്ങനെയൊന്നും ധൃതി കൂട്ടണ്ട, അത് നിങ്ങൾക്ക് വളരെ ഡേഞ്ചർ ആണ്, കുട്ടിക്കും അത് ഡേഞ്ചർ ആണ്, അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയാണ്. കുട്ടി പിറക്കാൻ 2 മാസം വെയിറ്റ് ചെയ്യണ്ടേ, അതിനുള്ളിൽ ആ മിമിയുടെ അമ്മ എല്ലാ പ്രോപ്പർട്ടീസും മാറ്റുമെന്ന് ക്യാഷിനെ കുറിച്ച് മാത്രമാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഹീറോയിന് തീരെ ഇഷ്ടമാകുന്നില്ല. പുറത്തേക്ക് ഇറങ്ങി വന്ന അവളും പിറക്കാൻ പോകുന്ന കുട്ടിയെ പറ്റി ചിന്തിക്കാതെ ക്യാഷിനെ കുറിച്ച് മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. ഇവരുടെ ശരിക്കുമുള്ള മുഖം കാണാതെ മിമിയുടെ അച്ഛൻ മരിച്ചു പോയല്ലോ എന്ന് ഹീറോയിൻ ഇപ്പോ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി. കട്ട് ചെയ്താല് അതേസമയം ഇവിടെ തന്നെ ഡോങ്മിനാണെന്ന് തോന്നുന്നു ചെങ്ഷിക്ക് ഫ്ലവർ ഒക്കെ അയച്ചിട്ടുണ്ട്. ഇത് കണ്ട് ഇവളും ദേഷ്യത്തിൽ അത് എടുത്തുകൊണ്ടുപോയി വേസ്റ്റ് പിന്നിലിട്ട് ചവിട്ടി ചവിട്ടി താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ അവള് ദേഷ്യത്തിൽ അലറുന്നുണ്ട്. അപ്പോഴാണ് ജുൻ അവിടേക്ക് വരുന്നത്. എന്തു പറ്റി ചെങ്ഷി, എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നതെന്ന് ചോദിച്ചാല് എന്തിനാ നീ ഇവിടേക്ക് വന്നത് ജുൻ എന്ന് അവള് ചോദിക്കും. കോൾ എടുക്കുന്നില്ല, റിപ്ലൈയും തരുന്നില്ല, അതുകൊണ്ടാ ഞാൻ കാണാൻ വേണ്ടി വന്നതാണെന്ന് അവൻ പറയും. ഇത് നോക്കൂ ജുൻ, നമ്മൾ രണ്ടുപേരും ഇനി സംസാരിക്കണ്ട, അതാണ് നല്ലത്, പിന്നെ എന്റെ കാര്യത്തില് ഇനി നീ തലയിടരുത്, ഞാൻ നോക്കിക്കോളാം എന്ന് അവള് പറയും. എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ, ആ ഡോങ്മിൻ എന്തെങ്കിലും ചെയ്തോ, നിൽക്ക്, ഞാൻ അവനെ ഇപ്പോ തന്നെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അവൻ ദേഷ്യത്തിൽ പോകാനായിട്ട് തുടങ്ങിയതും ഇത് നോക്കു ജുൻ, ഇത് എന്റെ പ്രശ്നമാണ്, നീ എന്തിനാ ആവശ്യമില്ലാതെ അതിലേക്ക് ഇടപെടുന്നത്, നീയും ഇതിനുള്ളിലേക്ക് വന്നാല് അവൻ നിന്നെയും ത്രെട്ടൻ ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്, സോ നീ പ്രശ്നങ്ങളിലേക്ക് കയറി വരണ്ട എന്ന് പറഞ്ഞതും അതൊക്കെ ഞാൻ നോക്കിക്കോളാം, അവനെന്താ അത്ര വലിയ ആളാണെന്നാണ് അവന്റെ വിചാരം, നീ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട, ഞാൻ എല്ലാത്തിനും റെസ്പോൺസിബിലിറ്റി എടുത്തോളാം എന്ന് പറയാണ്.
എന്തിന് റെസ്പോൺസിബിലിറ്റി നീ എടുക്കുന്നതെന്ന് ചോദിച്ചാല് അത് അന്ന് ഹോട്ടലിൽ വെച്ച് നിനക്ക് തന്നെ അറിയാലോ, അന്ന് നടന്നത് നമ്മൾ രണ്ടുപേരും ഉത്തരവാദിയാണെങ്കിലും എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ എടുത്തോളാം എന്ന് പറയാണ്. ഇത് കേട്ടതും ചെങ്ഷി, ജുൻ, അന്ന് നീ വിചാരിക്കുന്ന പോലെ ഹോട്ടലിൽ വെച്ച് ഒന്നും നടന്നിട്ടില്ല. നിന്റെ ഫോണിൽ ചാർജ് ഇല്ല, ടാക്സിയിൽ പോകാൻ നിന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടാകില്ലെന്ന് കരുതിയാണ് ക്യാഷ് വെച്ചിട്ട് പോയത്. അപ്പോ എന്റെ ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ എന്ന് ചോദിച്ചാല് അതെ, നിന്റെ ഡ്രസ്സിൽ നീ വൊമിറ്റ് ചെയ്തു, അത് നിനക്ക് ബുദ്ധിമുട്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അത് റിമൂവ് ചെയ്തതെന്ന് പറയും. ഇവൻ ഇത് കേട്ടതും കുറച്ച് ഡിസപ്പോയിന്റ് ആകുന്നുണ്ട്. അങ്ങനെയാണോ, അപ്പോ ഒന്നും നടന്നില്ല എന്ന് ചോദിക്കുമ്പോ കറക്റ്റ് ആയിട്ട് ഹീറോ കോള് ചെയ്യുന്നുണ്ട്. അവനാണെങ്കിൽ കോള് കട്ട് ചെയ്ത് പിന്നെയും സംസാരിക്കാനായിട്ട് വന്നതും നീ ഇപ്പൊ പോ ജുൻ എന്ന് പറഞ്ഞ് ചെങ്ഷി അവനെ പറഞ്ഞയക്കുവാണ്. ശരി എന്ന് ഞാൻ പിന്നെ വന്ന് കാണാമേ എന്ന് പറഞ്ഞിട്ട് അവനും പോകുന്നുണ്ട്. കട്ട് ചെയ്താല് ഇവിടെ ഹീറോയിനാണ് കാണിക്കുന്നത്. അവള് ഫ്രൂട്ടൊക്കെ കട്ട് ചെയ്ത് ഓർമ്മയില്ലാതെ ഹീറോയ്ക്കും വേണ്ടി ഒരു ഫോർക്ക് കൂടി എടുത്ത് വെക്കുന്നുണ്ട്. പെട്ടെന്ന് പിന്നെ ഓർമ്മ വന്നതും അതെടുത്ത് മാറ്റി വെക്കുകയാണ്. ഹീറോയിനും ഹീറോ കൂടെ ഇല്ലാത്തത് കൊണ്ട് വളരെ വിഷമാകുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഹീറോയെ കാണിച്ചാല് അവരന്ന് വാട്ടർ ഷോ കണ്ടു നിന്നില്ലേ, ആ പ്ലേസിൽ വന്ന് ഹീറോയിനെ കുറിച്ച് ഓർത്ത് അവൻ ഫീൽ ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്താല് ആ മിമിയുടെ അച്ഛന്റെ ഗേൾ ഫ്രണ്ടിനെ ചെക്കപ്പിന് വേണ്ടി കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാമെന്ന് ഹീറോയിൻ ചോദിച്ചാല് അപ്പോ വേറൊരുത്തൻ അവിടേക്ക് എൻട്രി കൊടുക്കുന്നുണ്ട്. ഇപ്പോ ഇവള് ഇയാളുടെ കൂടെയാണെന്നാ തോന്നുന്നത്. അവരും വളരെ സ്നേഹത്തോടു കൂടി ഈ കേസ് നിങ്ങൾ ഏറ്റെടുത്തതിൽ വളരെ താങ്ക്സ് ഉണ്ട്, ഞാൻ ഇവളെ നന്നായിട്ട് കെയർ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് പോകുവാണ്. ഇതൊക്കെ കണ്ട് നമ്മുടെ ഹീറോയിന് കലിപ്പ് വരുന്നുണ്ടോ ഇല്ലയോ, അതിൽ കൂടുതൽ കലിപ്പാണ് നമ്മുടെ ബൂവിന് വരുന്നത്. എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നതെന്ന പോലെ അവൻ നോക്കുവാണ്. കട്ട് ചെയ്താല് അതിന്റെ നെക്സ്റ്റ് ഡേ കോർട്ടില് ആ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ആ കേസ് ആ പെണ്ണിന്റെ ഭാഗത്താണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നത്. അതുകൊണ്ട് അവളും ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ മിമിയും അമ്മയും വളരെ അപ്സെറ്റ് ആയി വളരെ ടെൻഷനോട് കൂടിയാണ് ഇരിക്കുന്നത്. അവസാനം മിമിയുടെ അച്ഛന്റെ കുട്ടിയാണ് അതെന്ന് ഇവര് തെളിയിച്ചു കഴിഞ്ഞു. കേസ് ആ പെണ്ണും കൊണ്ടുപോയി. സോ ഇനി അടുത്തത് അവരുടെ റിയൽ വൈഫ് അവരുടെ പ്രോപ്പർട്ടീസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ സബ്മിറ്റ് ചെയ്യണം. എത്ര ഭാഗങ്ങൾ ആർക്കൊക്കെ പോകുമെന്ന് പിന്നെ കണ്ടറിയാമെന്ന പോലെ. സോ ഇത് കേട്ട് മിമിയുടെ അമ്മയും മിമിയും തകർന്നു പോകുന്നുണ്ട്. ഇത് ഹീറോയിന് തീരെ ഇഷ്ടമായിരുന്നില്ലല്ലോ. സോ അവളും കേസ് കഴിഞ്ഞതും ഒരുമാതിരി അപ്സെറ്റ് ആയി ടെൻഷനോടെ തന്നെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. ഇത് നമ്മുടെ ഹീറോയും ശ്രദ്ധിക്കുവാണ്. നെക്സ്റ്റ് എല്ലാവരും പുറത്തേക്ക് പോകുമ്പോൾ ആ ഗേൾ ഫ്രണ്ട് വന്ന് നിങ്ങൾ കാരണമാണ് ഞാൻ കേസ് ജയിച്ചത്, ഞാൻ നിങ്ങൾക്ക് ട്രീറ്റ് തരട്ടെ എന്നൊക്കെ ചോദിച്ചാല് ഹീറോ ഇതെന്റെ ജോലിയാണ്, ഞാൻ അത് ചെയ്തു കഴിഞ്ഞു, നിങ്ങൾക്ക് അതിന് എനിക്ക് ഫീസ് തന്നു, അത് തന്നെ എനിക്ക് ധാരാളം എന്ന് പറഞ്ഞിട്ട് ഹീറോ ഇറങ്ങി പോകുവാണ്. ഇവിടെ മറ്റൊരു ഭാഗത്ത് മിമി അവളുടെ മുത്തശ്ശനെ പിടിച്ചു വെച്ച് നല്ല പോലെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് എന്റെ അമ്മ നിങ്ങളെ നോക്കിക്കൊണ്ടിരുന്നാല് നിങ്ങൾ പേരക്കുട്ടിയെ വേണമെന്ന് പറഞ്ഞ് സൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നു അല്ലെ, നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും മനസാക്ഷി ഉണ്ടോ എന്ന് ചോദിച്ച് ഭയങ്കര ടെൻഷൻ ആകുന്നുണ്ട്. നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ, അത് നിന്റെ കുട്ടി അനിയനല്ലേ എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞതും ഇത് കേട്ട് ഇവൾക്ക് ഒന്നുകൂടി ടെൻഷനായി. അങ്ങനെയാണോ, എന്നാ നിങ്ങൾക്ക് ഇനി അവനൊരുത്തൻ മാത്രമേ പേരക്കുട്ടിയായിട്ടുള്ളൂ, ഞാൻ നിങ്ങളുടെ ആരുമല്ല, നിങ്ങൾ എന്റെ മുത്തശ്ശനുമല്ല, നമ്മൾ തമ്മിലുള്ള ബന്ധം ഇവിടെ വെച്ച് ഞാൻ മുറിച്ചു കളയാണെന്ന് ഭയങ്കര ഇമോഷണൽ ആയി അവള് സംസാരിക്കുവാണ്. എന്താ നീ പറഞ്ഞതെന്ന് ചോദിച്ച് മുത്തശ്ശൻ അവളെ വടി വെച്ച് അടിക്കാൻ വന്നതും ഹീറോയിനിടയിൽ കയറി ആടി വാങ്ങുന്നുണ്ട്. അപ്പോഴാണ് ഭീമയുടെ അമ്മ അവിടേക്ക് വരുന്നത്. എന്തൊക്കെയാ നീ പറയുന്നേ, അത് നിന്റെ മുത്തശ്ശനല്ലേ, അവർക്ക് വയ്യെന്ന് നിനക്ക് അറിയില്ല എന്ന് ചോദിച്ച് മുത്തശ്ശനെ അവിടെ നിന്ന് പറഞ്ഞയക്കും. എന്നിട്ട് മകളെ നോക്കി എന്തിനാ നീ മുത്തശ്ശനോട് അങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് ചോദിക്കും. ഇവളും ഭയങ്കര ഇമോഷണൽ ആയിട്ടാണല്ലോ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് അവളും കാറിക്കരയാനായിട്ട് തുടങ്ങുവാണ്. എന്നിട്ട് ഹീറോയിനെ നോക്കി നമ്മൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആണെന്നാ കരുതിയത്, പക്ഷെ നീ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തു കളഞ്ഞല്ലോ എന്ന് ചോദിച്ചതും അപ്പോ ഹീറോ വന്ന് ലോയർ എന്നത് ഒരു പ്രൊഫഷനാണ്, വിൻ ഓർ ലോസ് ആയാലും ഞങ്ങളുടെ കേസിനനുസരിച്ചിരിക്കും, ഇതിൽ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് യാതൊരു ബന്ധമില്ലെന്ന് പറഞ്ഞിട്ട് ഹീറോയിന് സപ്പോർട്ടീവായിട്ടാണ് അവൻ സംസാരിക്കുന്നത്. അപ്പോ മിമിയുടെ അമ്മയും അവളെ നോക്കി ഇത് നോക്കൂ മിമി, ഇവര് രണ്ടുപേരും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, തെറ്റ് ചെയ്തത് ഞാനാണ് വിശ്വസിച്ചു പോയത്, ആരെയും വിശ്വസിക്കാൻ പാടില്ലത് ഇനിയെങ്കിലും മനസ്സിലാക്കിക്കോ, ഇതാണ് ലോകം, ഈ ലോകത്ത് ക്യാഷ് കൊടുത്ത് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് അവരവിടെ നിന്ന് നടന്നു പോകുവാണ്. ഇവിടെ ഹീറോയിന്റെ കയ്യില് അടി കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലെന്ന് പറഞ്ഞാലും ഇവൻ നോക്കുമ്പോ അടി കിട്ടിയ നല്ല പാട് കിടക്കുന്നുണ്ട്. അവൻ കൈയിലേക്ക് പിടിച്ചതും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവള് കൈ വലിച്ചു മാറ്റുവാണ്. അവനും അവളെ ഒരുമാതിരി നോക്കുന്നുണ്ട്. ഇതോടെയാണ് ഈ പാർട്ട് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. അടുത്ത പാർട്ടുമായിട്ട് ഞാൻ വേഗം തന്നെ വരുന്നതായിരിക്കും. 2 ദിവസം വീഡിയോ ഇടാതിരുന്നത് നല്ലൊരു ഫീവർ ഉണ്ടായിരുന്നു. സോ സൗണ്ട് തീരെ ഉണ്ടായിരുന്നില്ല. അത് വെച്ചിട്ട് റെക്കോർഡ് ചെയ്താല് പറയുന്ന എനിക്കും രസമില്ല, കേൾക്കുന്ന നിങ്ങൾക്കും രസമില്ല. സോ അതുകൊണ്ടാണ് ഫീവർ ഒന്ന് കുറഞ്ഞ് ഒന്ന് സൗണ്ട് ഒക്കെ റെഡി ആയതിനു ശേഷം റെക്കോർഡ് ചെയ്യാനിരുന്നത്. സോ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. സോ അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.